السلام عليكم ورحمة الله وبركاته. الحمد لله الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد. വഴിവിളക്കിലെ സഹോദരന്മാരെ, റമദാനിലെ അവസാനത്തെ പത്തിൽ രാത്രി നമസ്കാരം അർദ്ധരാത്രിക്ക് ശേഷം ഖിയാം എന്ന പേരിൽ നിർവഹിക്കപ്പെടുന്ന കാര്യവുമായി ബന്ധപ്പെട്ട് വിസ്തത്തിന്റെ ഫൈസൽ മുസ്ലിയാർ നടത്തിയ ഒരു സംസാരം കേൾക്കാനിടയായി. ഒരു പള്ളിയിൽ ഒരേ രാത്രിയിൽ എത്ര ജമാഅത്ത് നടത്താം എന്ന വാദത്തിന് അദ്ദേഹം കൊണ്ടുവന്ന ചില തെളിവുകളാണ് ഇവിടെ പരിശോധിക്കുന്നത്. ഒന്ന്, അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ത്വൽഖ് ബിൻ അലി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ്. ആ ഹദീസിൽ അദ്ദേഹം ചെയ്ത ഒരു കാര്യത്തെ സംബന്ധിച്ച് മകൻ ഖൈസ് ബിൻ തൽഖ് പറയുന്നത്, അദ്ദേഹം അതായത് ത്വൽഖ് ബിൻ അലി ഞങ്ങളുടെ അടുക്കൽ വന്നു, നോമ്പ് തുറന്നു, ഞങ്ങളെയുമായി രാത്രി നമസ്കാരം നിർവഹിച്ചു, വിത്രാക്കി. പിന്നെ അദ്ദേഹം അദ്ദേഹത്തിന്റെ പള്ളിയിലേക്ക് പോയി, എന്നിട്ട് അവിടെയുള്ള ആളുകളെയുമായി അദ്ദേഹം രാത്രി നമസ്കാരം നിർവഹിച്ചു. പിന്നെ വിത്രായപ്പോൾ, അതായത് അവസാനം ഒറ്റയാക്കുന്നിടത്ത് മറ്റൊരാളെ ഇമാമാക്കി അദ്ദേഹത്തോട് നീ ആളുകളെയുമായി വിത്ര നമസ്കരിക്കുക എന്ന് പറഞ്ഞു. ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ഫൈസൽ മുസ്ലിയാർ പറയുന്നത് എത്ര ജമാഅത്തും വേണമെങ്കിലാകാം. ഈ പറയുന്ന വാദവും ഈ ഹദീസും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്നാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. ഹദീസിൽ തന്നെ വ്യക്തമാണ്, ഫൈസൽ മുസ്ലിയാർ പറഞ്ഞതിലും വ്യക്തമാണ്, രണ്ട് നമസ്കാരം നടക്കുന്നത് രണ്ട് പള്ളികളിലാണ്. ഒന്ന് അവരുടെ വീടിനടുത്തുള്ള പള്ളിയിൽ നിസ്കരിക്കുന്നു, പിന്നെ അദ്ദേഹത്തിന്റെ പള്ളിയിലേക്ക്, അതായത് ത്വൽഖ് ബിൻ അലി റളിയല്ലാഹു അൻഹുവിന്റെ താമസ സ്ഥലത്തുള്ള പള്ളിയിലേക്ക് പോയി അവിടെ ആ ആളുകൾക്ക് ഇമാമായി നമസ്കരിക്കുന്നു. ഇത് ഒരാൾക്ക് രണ്ട് പള്ളിയിൽ ഒരേ നമസ്കാരത്തിന് ഇമാമത്ത് നിൽക്കാൻ പറ്റുമോ എന്ന വിഷയത്തിന് തെളിവാണ്. അതല്ലാതെ ഒരേ പള്ളിയിലല്ല ഈ രണ്ട് ജമാഅത്ത് നടക്കുന്നത്. രാത്രി നമസ്കാരത്തിനാണ്, പക്ഷെ ഒരു പള്ളിയിലല്ല, രണ്ട് പള്ളികളിലാണ്. അപ്പൊ രണ്ട് പള്ളികളിൽ നിർവഹിക്കപ്പെടുന്ന ജമാഅത്തിന് ഒരാൾക്ക് ഇമാമത്ത് നിൽക്കാമോ? അതാണ് ഈ ഹദീസിലുള്ളത്. അതല്ലാതെ ഒരു പള്ളിയിൽ ഒന്നിലേറെ ജമാഅത്ത് നടത്താൻ ഈ ഹദീസിൽ യാതൊരു തെളിവുമില്ല. ഹദീസ് സ്വഹീഹാണ്. അബൂദാവൂദ്, നസായി, തിർമിദി, ഇമാം അഹ്മദ് ബിൻ ഖുസൈമ ഇവരൊക്കെ ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. രണ്ടാമതായി അദ്ദേഹം പറയുന്ന സംഭവം മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിന്റെ നമസ്കാരവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഇമാം ബുഖാരി റഹിമഹുള്ള തന്റെ സ്വഹീഹിൽ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസ്. അതിൽ പറയുന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം രാത്രിയിൽ ഇശാ നമസ്കാരത്തിൽ പങ്കെടുക്കാറുണ്ടായിരുന്ന മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു ആ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന്റെ നാട്ടിലെ അല്ലെങ്കിൽ പ്രദേശത്തെ യതി ഖൗമഹു, അദ്ദേഹത്തിന്റെ ആളുകൾ, നാട്ടുകാർ, അവരുടെ അടുത്തേക്ക് പോവുകയും അവരെയുമായി അവിടെ വെച്ച് ഇശാ നമസ്കാരം നിർവഹിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. ഇതും ഫൈസൽ മുസ്ലിയാർ എന്തിനാണോ തെളിവാക്കിയത്, അല്ലെങ്കിൽ വിസ്തത്തിന്റെ ആളുകൾ ഇതെന്തിനാണോ തെളിവായി കൊണ്ടുവരുന്നത്, അതിനുള്ള യാതൊരു തെളിവും ഈ ഹദീസിലില്ല. മുകളിൽ പറഞ്ഞ സംഭവം പോലെ ഒരു സംഭവമാണിത്. മുകളിൽ പറഞ്ഞത് രാത്രി നമസ്കാരമായിരുന്നു, ഇവിടെ ഇശാ നമസ്കാരമാണ്. ഇശാ നമസ്കാരം നിർവഹിച്ച മുആദ് റളിയല്ലാഹു അൻഹു മറ്റൊരു പള്ളിയിൽ പോയി ആളുകൾക്ക് ഇമാമത്ത് നിൽക്കുന്നു. അപ്പൊ ഒരു നമസ്കാരം നിർവഹിച്ച ഒരാൾക്ക് വേറൊരു സ്ഥലത്ത് ഇമാമാകാം എന്നേ ഈ ഹദീസിൽ നിന്ന് കിട്ടുകയുള്ളൂ. അതല്ലാതെ ഒരു പള്ളിയിൽ ഒരേ സമയത്ത് ഒരു നമസ്കാരത്തിന് തന്നെ രണ്ട് ജമാഅത്ത് നടത്തുന്നതിന് ഇതിൽ യാതൊരു തെളിവുമില്ല. ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന രാത്രി നമസ്കാരം എന്ന ഖിയാം എന്ന പേരിൽ നിർവഹിക്കപ്പെടുന്ന ആ നമസ്കാരത്തിന് ഒരു തെളിവും ഈ ഹദീസിൽ നിന്ന് കണ്ടെത്താൻ സാധിക്കുകയില്ല. മൂന്നാമത് അദ്ദേഹം കൊണ്ടുവന്ന ഒരു സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖൈഫിലെ, അതായത് മിനയുടെ ഹജ്ജിന്റെ കർമ്മങ്ങൾ നടക്കുന്ന മിനയിൽ ജംറക്കടുത്തുള്ള പള്ളിയാണ് ഖൈഫ്, പ്രദേശമാണ് ഖൈഫ്. ആ ഖൈഫിലെ പള്ളിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരം നിർവഹിച്ചു. നമസ്കാരം നിർവഹിച്ച് തിരിഞ്ഞു നോക്കിയപ്പോ അവിടെ രണ്ടാളുകൾ നമസ്കരിക്കാതിരിക്കുന്നതായി കണ്ടു. ആ ആളുകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത്. അപ്പൊ അവര് പറഞ്ഞു ഞങ്ങൾ ഞങ്ങളുടെ സ്ഥലത്ത് വെച്ച് നിസ്കരിച്ചു വന്നതാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നിങ്ങളൊരു പള്ളിയിലെത്തുകയും അവിടെ ഒരു ജമാഅത്ത് നമസ്കാരം ഉണ്ടാവുകയും ചെയ്താൽ നിങ്ങൾ അവരോടൊപ്പം നമസ്കരിക്കണം. രണ്ടാമത് നമസ്കരിക്കുന്നത് നിങ്ങൾക്ക് നാഫിലത്താകുന്നു, ഐച്ഛികമായതാകുന്നു. അവരെ നമസ്കാരം ആദ്യം നിർവഹിച്ചിട്ടുണ്ട്. അപ്പോ ഒരു നമസ്കാരം നിർവഹിച്ച ആളാണെങ്കിൽ പോലും ഒരു പള്ളിയിൽ ജമാഅത്ത് ഇറക്കുന്നിടത്ത് എത്തുകയാണെങ്കിൽ അവിടെ ഞാൻ നിസ്കരിച്ചിട്ടുണ്ടെന്ന് മാറിക്കാൻ പാടില്ല, ആ ജമാഅത്തിൽ കൂടണം. ഇതാണ് ഈ ഹദീസിൽ നിന്ന് കിട്ടുക. ഇവിടെ ഒരു പള്ളിയിൽ രണ്ട് ജമാഅത്ത് നടത്തിയതിന് എന്ത് തെളിവാണുള്ളത്? ഇവിടെ ഒരു ജമാഅത്തെ നടന്നിട്ടുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജമാഅത്തായി നമസ്കരിച്ചു. ആ നമസ്കരിച്ച ആളുകൾ അതിന്റെ പിന്നിൽ നേരത്തെ നമസ്കരിച്ചതുകൊണ്ട് ജമാഅത്താകാത്ത ആളുകളോട്, ഈ നമസ്കാരത്തിൽ പങ്കെടുക്കാത്ത ആളുകളോട് നമസ്കരിക്കാൻ പറഞ്ഞല്ലോ. ഇവിടെ രണ്ട് ജമാഅത്ത് ഒരു പള്ളിയിൽ നടത്താൻ ഒരു തെളിവും ഈ ഹദീസിൽ നിന്ന് കിട്ടുകയില്ല. അപ്പൊ എന്തോ നേരത്തെ കണ്ടുവെക്കുകയും അല്ലെങ്കിൽ ചെയ്തു വെക്കുകയും എന്നിട്ട് അതിന് തെളിവ് തേടി പോവുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അബദ്ധമാണ്. ഒരു ബന്ധവുമില്ലാത്ത കാര്യങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് ഇവിടെ തെളിവാക്കുക. മാത്രമല്ല ഇവിടെ ഒരു പള്ളിയിൽ ഒന്നിലേറെ ജമാഅത്ത് നടത്താം എന്നതിനാണ് ഫൈസൽ മുസ്ലിയാർ തെളിവാക്കിയിരിക്കുന്നത്. ഇതേ സംഭവങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് സിറാജ്
ബാലുശ്ശേരി സംസാരിക്കുന്നുണ്ട്. സിറാജ് ഈ ഹദീസ് തെളിവാക്കുന്നത് ഫൈസൽ മുസ്ലിയാർ തെളിവാക്കിയ കാര്യത്തിനല്ല, ഒരാൾക്ക് എത്രയും നമസ്കരിക്കാം എന്നതിനാണ്. അപ്പൊ നിങ്ങൾ തമ്മിൽ തന്നെ യോജിപ്പുണ്ടോ അല്ലേ എന്നുള്ളത് അത് പരിശോധിക്കുക. ഇത് പറയുമ്പോ ഒന്ന് ഏകീകരിച്ച് പറഞ്ഞാൽ ആളുകൾ ആശയക്കുഴപ്പത്തിലാവില്ല, ആ ഒരു ഉപകാരങ്ങൾ ഉണ്ടാവും. വേറെ ആർക്കില്ലെങ്കിൽ നിങ്ങൾ ആളുകൾക്കെങ്കിലും ഉപകാരപ്പെടും, അതൊരു ഹൈറൈൻ. പിന്നെ അദ്ദേഹം പറയുന്നുള്ള കാര്യം ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുള്ളയുടെ ഒരു ഫത്വ ഉദ്ധരിച്ചുകൊണ്ട്, ഫത്വ ഉദ്ധരിച്ചു എന്ന് പറയാൻ പാടില്ല, ഒരൊറ്റ വാചകം മാത്രം അദ്ദേഹം പറയുന്നത്, അവർ അലസന്മാരാകുന്നു, മടിയന്മാരാകുന്നു, കുസാല എന്ന് പറയുന്ന ഒരു വാചകത്തിൽ മാത്രം പിടിക്കുന്നു. അതിന്റെ അപ്പുറമോ ഇപ്പുറമോ പറയുന്നില്ല. എന്താണ് പൂർണ്ണമായി ചോദ്യമെന്നോ ചോദ്യത്തിന്റെ മറുപടി പൂർണ്ണമായോ വിശദീകരിക്കാതെ അവർ അലസന്മാരാണ്, അതായത് രാത്രി നമസ്കാരം നിർവഹിക്കുന്നത് വിദഅത്താണ്, പുലർച്ചക്ക് നിസ്കരിക്കുന്നത് വിദഅത്താണ് എന്ന് പറയുന്ന ആളുകൾ അലസന്മാരാകുന്നു. അപ്പൊ അതങ്ങനെ ചെയ്യാൻ പാടില്ല, ആളുകൾ രാത്രി നമസ്കാരത്തെ പിന്തിരിപ്പിക്കുകയാണ്. ആ ഒരു ഭാഗം മാത്രമാണ് അദ്ദേഹം വായിക്കുന്നത്. യഥാർത്ഥത്തിൽ ചോദ്യവും മറുപടിയും പൂർണ്ണമായി വായിക്കുകയാണെങ്കിൽ ഒരിക്കലും ഈ പറയുന്ന വാദത്തിന് ഈ ഫത്വയിൽ തെളിവില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. മാത്രവുമല്ല ഷെയ്ഖ് ഫൗസാൻ ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ള നിലപാട് അത് സലഫുകളുടെ നടപടിക്രമങ്ങൾക്ക് എതിരാണ്, മുസ്ലിങ്ങൾ തുടർന്നു വന്ന രീതിക്കെതിരാണ് എന്ന് അദ്ദേഹത്തിന്റെ ഫത്വയിൽ തന്നെ വേറെ വന്നിട്ടുള്ളത് കഴിഞ്ഞ ഒരു സംസാരത്തിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു. ഇവിടെ ഫൈസൽ മുസ്ലിയാർ കൊണ്ടുവന്ന ആ ഫത്വയുടെ ചോദ്യവും മറുപടിയും എന്താണ് എന്ന് ഒന്ന് പരിശോധിക്കാം. ഇത് യൂട്യൂബിൽ തെരഞ്ഞാൽ കിട്ടുന്ന അദ്ദേഹത്തിന്റെ ഒരു സംസാരമാണ്. ചോദ്യം ഇതാണ്: രാത്രിയുടെ അവസാനത്തിൽ തഹജ്ജുദ് നമസ്കാരം റമളാനിൽ ജമാഅത്തായി നിർവഹിക്കുന്നതിന്റെ വിധി എന്താണ്? ചില ആളുകൾ ഇത് ബിദ്അത്താണെന്നും ബിദ്അത്താണെന്ന് പറയുന്ന ചില ആളുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. 11നേക്കാൾ വർദ്ധിപ്പിക്കുന്നതും അപ്രകാരം തന്നെ. എന്താണ് അതിന്റെ വിധി എന്നതാണ്. അപ്പൊ ഈ ചോദ്യത്തിൽ നിന്ന് വ്യക്തമാണ്, ഒരു പള്ളിയിൽ 2 ജമാഅത്ത് നടത്താൻ പറ്റുമോ, അല്ലെങ്കിൽ അതിന് തെളിവുണ്ടോ? രാത്രിയുടെ അവസാനത്തെ 10 പ്രത്യേകമായി ഒരു ഖിയാം എന്ന പേരിൽ നമസ്കാരം നടത്താമോ എന്നതല്ല അവിടെ ചോദ്യം. അതുകൊണ്ട് തന്നെ ഇത് ഈ പറയപ്പെടുന്ന വിഷയത്തിൽ അല്ലെങ്കിൽ ഫൈസൽ മുസ്ലിയാർ പറയുന്ന വിഷയത്തിന് തെളിവാക്കാൻ പറ്റിയ സംഭവമല്ല. ചോദ്യം അതല്ല. ഇനി മറുപടി പരിശോധിക്കാം. അദ്ദേഹം പറയുന്നത് ഹൗലായി കുസാല യുരീദുന നൗമ വയൽതമിസുന ലി അൻഫുസിഹിം അൽഅദ. ആരാണോ ഇത് ബിദ്അത്താണെന്ന് പറയുന്നത് അവർ അലസന്മാരാണ്, മടിയന്മാരാണ്, ഉറങ്ങാനാണ് അവർ ഉദ്ദേശിക്കുന്നത്, അവർക്ക് വേണ്ടി ചില ഉദറുകൾ കണ്ടെത്തുകയാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വിശദീകരിച്ചു പോവുകയാണ് ജനങ്ങളെ. എന്നിട്ട് അദ്ദേഹം ചോദിക്കുന്നത്, സഹാബത്ത് ബിദ്അത്ത് ചെയ്യുന്നവരായിരുന്നുവോ? അവർ ബിദ്അത്ത് ചെയ്യുന്നവരാണോ? സഹാബത്ത് ജമാഅത്തായി പള്ളികളിൽ തഹജ്ജുദ് നമസ്കാരം നിർവഹിച്ചിട്ടുണ്ട്, അവർ മുബ്തദിദുകളാണോ? അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നിൽ അവർ നമസ്കരിച്ചിട്ടില്ലേ തറാവീഹ് നമസ്കാരം ലയാലിയ മിൻ റമളാൻ, റമളാനിലെ ചില രാവുകളിൽ? അതുകൊണ്ട് അവർ ബിദ്അത്ത് ചെയ്യുന്നവരായോ? അപ്പൊ ഈ മറുപടിയിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഷെയ്ഖ് പറയുന്ന മറുപടി എന്താണ്. 2 ജമാഅത്ത് ഉണ്ടാക്കാമെന്നോ അവസാനത്തെ 10 ഒരു പ്രത്യേക ജമാഅത്ത് ഉണ്ടാക്കാമെന്നോ എന്നതിനുള്ള തെളിവല്ല. ജമാഅത്തായി നമസ്കരിക്കുന്നത് ബിദ്അത്താണോ എന്ന ചോദ്യത്തിന് അല്ല. ജമാഅത്തായി നമസ്കരിച്ചിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, സഹാബത്ത് നമസ്കരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നബിയും ബിദ്അത്ത് ചെയ്തവനല്ല, സഹാബത്ത് ബിദ്അത്ത് ചെയ്തവരല്ല. ഈ പറയുന്ന മറുപടിയിൽ രണ്ടാമതൊരു ജമാഅത്ത് നടത്താനുള്ള യാതൊരു തെളിവും അതിലില്ല. മാത്രവുമല്ല ഇവിടെ ഖിയാം എന്ന പേരിൽ രണ്ടാമതൊരു നമസ്കാരം നിർവഹിക്കുന്നതിനെ കുറിച്ചാണല്ലോ ഇവിടെ ചോദ്യത്തിൽ ആ ഒരു പ്രയോഗമില്ല. സലാത്തു തഹജ്ജുദ് എന്നാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഒരാൾ ഉറങ്ങി എഴുന്നേറ്റ് നമസ്കരിക്കുക. ഇനി അതല്ല, രാത്രിയിൽ നമസ്കരിക്കുന്ന നമസ്കാരത്തിനും തഹജ്ജുദ് എന്ന് തന്നെ പറയും. അങ്ങനെ ചില ആളുകൾ വിശദീകരിച്ചിട്ടുണ്ട്. പണ്ഡിതന്മാരുടെ ഫത്വകളിലും അത് കാണാൻ സാധിക്കും, ഷെയ്ഖ് ഇബ്നു ബാസിന്റെയും മറ്റും. ഇനി മറുപടിയിലും സൂചിപ്പിക്കുക എന്താ? സ്വലാത്ത തറാവീഹ് ലയാലിയ മിൻ റമളാൻ, റമളാനിന്റെ ചില രാത്രികളിൽ തറാവീഹ് നമസ്കാരം നബിയുടെ പിന്നിൽ വെച്ച് സഹാബത്ത് നമസ്കരിച്ചിട്ടുണ്ട്. അതല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ഇങ്ങനെ ഒരു ഖിയാം എന്ന പേരിൽ ഒരു നമസ്കാരം അർദ്ധരാത്രിക്ക് ശേഷം നമസ്കരിച്ചിരുന്നു എന്നല്ല. അപ്പൊ ചോദ്യവും മറുപടിയും വളരെ വ്യക്തമാണ്. എന്തിനെ കുറിച്ചാണോ ചോദ്യം, ആ ചോദ്യത്തിനാണ് മറുപടി പറയുന്നത്. എന്നാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എന്തോ വിചാരിച്ച് ഇരിക്കുകയും അതിന് തെളിവ് കണ്ടെത്താൻ ശ്രമിക്കുകയും അല്ലെങ്കിൽ വിസ്തത്തിന്റെ പല വള്ളികളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഏർപ്പാടിന് തെളിവുണ്ടാക്കാൻ ഇറങ്ങിയപ്പോ ഈ ഒരു ഹൗലായി കുസാല എന്നും ഒരു ആഖിറുൽ ലൈലും രാത്രിയുടെ അവസാനം എന്നും കേട്ടപ്പോ ആ കിട്ടിപ്പോയി എന്നുള്ള നിലക്ക് വായിച്ചതാണ്. അതല്ലാതെ അതിന് യാതൊരു തെളിവും കാണാൻ നമുക്ക് സാധിക്കുകയില്ല. കാരണം തുടർന്ന് അദ്ദേഹം ഇവിടെയും വിശദീകരിക്കുന്നത് നേരത്തെ ഫത്വയിൽ പറഞ്ഞതുപോലെ തന്നെ ഇവർ ചില പള്ളിയിലെ ഇമാമുകളാകാം, ആ ആളുകൾ ജനങ്ങളെയുമായി നമസ്കരിക്കുന്നത് അവർക്ക് പ്രയാസമായതുകൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇത്തരം ചില തന്ത്രങ്ങൾ പ്രയോഗിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഫത്വ അവസാനിപ്പിക്കുന്നത്. അപ്പോ വിഷയവും കൊണ്ടുവന്ന തെളിവും തെളിവാക്കപ്പെടുന്ന വിഷയവും തമ്മിൽ ബന്ധമില്ല എന്നതാണ്. ഇനി ഇങ്ങനെയാണെങ്കിൽ എന്നിട്ട് ഫൈസൽ മുസ്ലിയാർ പറയുന്നത് എത്ര ജമാഅത്ത് നമസ്കരിക്കാം എന്നതിലൊക്കെ തെളിവുണ്ട്. ഇനി ഷെയ്ഖ് ഫൗസാനെയാണ് അദ്ദേഹം തെളിവാക്കുന്നത്. അങ്ങനെ തെളിവാക്കുകയാണെങ്കിൽ ഷെയ്ഖ് ഫൗസാൻ തന്നെ 11 അല്ലെങ്കിൽ അതിൽ കൂടുതലോ നമസ്കരിക്കാം എന്ന് പറയുന്നുണ്ട്, അതിലധികവുമാകാം. അങ്ങനെയാണെങ്കിൽ ആ വിഷയത്തിൽ ഷെയ്ഖ് ഫൗസാന്റെ ഫത്വ ഫൈസൽ മുസ്ലിയാർ സ്വീകരിക്കുമോ?
ഇത്ഹാഫു അഹ്ലിൽ ഈമാനി ബി മജാലിസി ഷഹ്രി റമളാൻ എന്ന പുസ്തകത്തിൽ സാലിഹ് അൽ ഫൗസാൻ പറയുന്ന കാര്യം ഇതാണ്. അദ്ദേഹം പറയുന്നത് ആദ്യ 20 ദിവസങ്ങളിൽ 11 റക്അത്ത് നമസ്കരിക്കുകയും അവസാനത്തെ 10 ഇശാ നമസ്കാരത്തിന് ശേഷം 10 റക്അത്തും പിന്നെ പുലർച്ചെ സമയത്ത് 13 റക്അത്തും നമസ്കരിക്കാവുന്നതാണ് എങ്കിൽ ഈ ഫത്വ സ്വീകരിച്ചുകൊണ്ട് ഫൈസൽ മുസ്ലിയാരും വിസ്തത്തിന്റെ ആളുകളും അവസാനത്തെ 10 23 റക്അത്ത് നടപ്പിലാക്കും. അതും സ്വീകരിക്കണമല്ലോ. അപ്പോ പകുതി ഉൾക്കൊള്ളുകയും പകുതി തള്ളുകയും ചെയ്യുന്നു. മാത്രമല്ല ഫൈസൽ മുസ്ലിയാർ പറയുന്ന സംസാരത്തിൽ ഒക്കെ പറയുന്നത് 11 റക്അത്ത് 11 റക്അത്ത് 11 റക്അത്ത്. ഒരു ജമാഅത്ത് വരുന്നു, ഒരു 11 റക്അത്ത് നിസ്കരിച്ചു പോകുന്നു, വേറെ കൂട്ടം ആളുകൾ വരുന്നു, അവര് ഒരു 11 റക്അത്ത് നിസ്കരിച്ചു പോകുന്നു, വേറെ കൂട്ടം ആളുകൾ വരുന്നു, അവർ 11 റക്അത്ത് നിസ്കരിച്ചു പോകുന്നു. അതിന് യാതൊരു കുഴപ്പമില്ല. അപ്പൊ 11 റക്അത്തിന്റെ വിഷയമേ ഫൈസൽ മുസ്ലിയാരുടെ സംസാരത്തിലുള്ളൂ. അതൊരു 23 ആക്കി അവസാനത്തെ 10 ഒന്നുകൂടി ആളുകൾക്ക് ആവേശമുണ്ടാക്കാമല്ലോ. ഇനി ഫൈസൽ മുസ്ലിയാർ പറയുന്ന തെളിവാക്കുന്ന മറ്റൊരു കാര്യം, ഫർള് നമസ്കാരത്തിന്റെ ജമാഅത്ത് ആവർത്തിക്കപ്പെടുന്നത് അനുവദനീയമായ കാര്യമാണ്. എങ്കിൽ പിന്നെ തറാവീഹ് നമസ്കാരത്തിന്റെ ജമാഅത്തും ആവർത്തിക്കപ്പെട്ടുകൂടെ എന്നതാണ്. അതായത് ഒരു പള്ളിയിൽ ഫർള് നമസ്കാരത്തിന്റെ ജമാഅത്ത് ഒന്നിൽ കൂടുതൽ തവണയാകാം എങ്കിൽ തറാവീഹിനുമാകാം. പക്ഷേ ഇവിടെ അദ്ദേഹം വിശദീകരിച്ചിട്ടില്ല. ഇതൊരു തർക്കമുള്ള വിഷയമാണ്. ഞാനിത് നേരത്തെ ഒരു സംസാരത്തിൽ ഒരു പള്ളിയിൽ രണ്ടാമത് ജമാഅത്ത് നിർവഹിക്കുന്നതിനെ സംബന്ധിച്ച് തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ട് സംസാരിച്ചിട്ടുണ്ട്. അതിൽ ഭൂരിപക്ഷ പണ്ഡിതന്മാർ 3 മദ്ഹബിന്റെ ഇമാമുകളും ഹനഫി മദ്ഹബിലെ പല ആളുകളും ഭൂരിപക്ഷ പണ്ഡിതന്മാരും തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ട് അതിൽ സമർത്ഥിച്ചിട്ടുള്ളത് ഔദ്യോഗികമായി ജമാഅത്ത് നടക്കുന്ന ഒരു പള്ളിയിൽ ഒരൊറ്റ ജമാഅത്തെ പാടുള്ളൂവെന്നും രണ്ടാമത്തെ ജമാഅത്ത് പാടില്ല എന്നും വ്യക്തമായി ഈ പറയുന്ന പണ്ഡിതന്മാരുടെയും അതല്ലാത്തവരുടെയും ഹദീസുകൾ വെച്ച് തന്നെ ഷെയ്ഖ് അൽബാനിയെ പോലെയുള്ള പണ്ഡിതന്മാർ വിശദീകരിച്ചത് നമുക്ക് കാണാം. അപ്പോൾ ഒരു പള്ളിയിൽ ഫർള് നമസ്കാരത്തിന്റെ ജമാഅത്താണെങ്കിലും ഒന്നിലധികം ജമാഅത്ത് നടത്താമോ എന്നത് ഏകകണ്ഠമായ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു വിഷയമല്ല. അതിലൊരു ന്യൂനപക്ഷത്തിന്റെ അഭിപ്രായം മാത്രമാണ് 2 ജമാഅത്തുകൾ അല്ലെങ്കിൽ ഒന്നിലധികം ജമാഅത്തുകളാകാം എന്ന് പറയുന്നത്. അപ്പൊ പിന്നെ തർക്കമുള്ള ഒരു വിഷയം വെച്ചിട്ട് എങ്ങനെയാണ് ഇവിടെ തെളിവാക്കാൻ പറ്റുക? അല്ലെങ്കിൽ അതുകൂടി വിശദീകരിക്കേണ്ടതുണ്ട്. ഇനി ഇത് പറയുകയാണെങ്കിൽ, ഇതൊരു തെളിവാക്കി കൊണ്ടുവരികയാണെങ്കിൽ ഫൈസൽ മുസ്ലിയാരോട് തിരിച്ചു ചോദിക്കാനുള്ളത്, അല്ലെങ്കിൽ വിസ്തത്തിന്റെ ആളുകളോട് തിരിച്ചു ചോദിക്കാനുള്ളത്, റമളാനിലെ തറാവീഹ് നമസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജമാഅത്തായി നിർവഹിച്ചിട്ടുണ്ട്. അപ്പൊ തറാവീഹ് നമസ്കാരം ജമാഅത്തായി നമസ്കരിക്കാൻ റമളാനിൽ പറ്റുമെങ്കിൽ റമളാൻ അല്ലാത്ത കാലത്തും ജമാഅത്തായി തന്നെ നമസ്കരിച്ചുകൂടെ എന്ന് ഫൈസൽ മുസ്ലിയാർ പറയുമോ? അങ്ങനെ ഇബാദത്തിന്റെ കാര്യത്തിൽ ഒരു ഖിയാസുണ്ടോ? എന്താണ് ഇത്തരം ഇബാദത്തിന്റെ വിഷയത്തിൽ ഒന്നിനെ മറ്റൊന്നിനോട് ഖിയാസാക്കുന്നതിൽ അഹ്ലുസുന്നയുടെ നിലപാട്, സലഫികൾ നിലപാട് എന്താണ് എന്നുകൂടി വ്യക്തമാക്കേണ്ടതുണ്ട്. നേരത്തെ പറഞ്ഞ ന്യായമനുസരിച്ചാണെങ്കിൽ റമളാനിൽ ഫർള് നമസ്കാരത്തിൽ ജമാഅത്ത് ആവർത്തിക്കപ്പെടാം എന്നതുകൊണ്ട് തറാവീഹിലും ജമാഅത്ത് ആവർത്തിക്കപ്പെടാം എന്നാണെങ്കിൽ തറാവീഹ് റമളാനിൽ ജമാഅത്തായി നമസ്കരിക്കാം എന്നതുകൊണ്ട് റമളാൻ അല്ലാത്തപ്പോഴും ജമാഅത്തായി നമസ്കരിക്കാം എന്നുകൂടി ഫൈസൽ മുസ്ലിയാർ പറയുമോ? അതാണ് ചോദിക്കാനുള്ളത്. അനുവദനീയമാണ് എപ്പോഴെങ്കിലും. അതാണ് ഹദീസുകൾ അനുസരിച്ച് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. എന്നും റമളാൻ അല്ലാത്ത കാലത്ത് രാത്രി നമസ്കാരം ജമാഅത്തായി നമസ്കരിക്കാൻ തെളിവില്ല. പക്ഷേ വല്ലപ്പോഴും ചില ആളുകൾ നബിയോടൊപ്പം നബി നമസ്കാരം മനസ്സിലാക്കാൻ വന്ന ചില സഹാബികൾ നബിയോടൊപ്പം നമസ്കരിച്ചിരുന്നു എന്നതൊരു തെളിവുണ്ടല്ലോ. ഒന്നല്ല ഒന്നിൽ കൂടുതൽ സംഭവങ്ങൾ അത് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. എങ്കിൽ എന്നാ പിന്നെ റമളാൻ അല്ലാത്ത കാലത്ത് പള്ളിയിലെ ജമാഅത്ത് അങ്ങോട്ട് തുടങ്ങിക്കൂടെ? എന്താ അതുകൊണ്ട് നടപ്പിലാക്കാത്തത്? പിന്നെ അവസാനമായി പറയാനുള്ളത്, ഇവിടെ സൂചിപ്പിച്ചതുപോലെ സിറാജ് ബാലുശ്ശേരി ഈ സംഭവങ്ങളെ വെച്ചുകൊണ്ട് ഒരു വക്തിലെ നമസ്കാരം തന്നെ കൂടുതൽ നമസ്കരിച്ചാൽ, അല്ലെങ്കിൽ 2 വട്ടം നമസ്കരിച്ചാൽ അങ്ങനെ നമസ്കരിക്കാവുന്നതാണ് എന്ന് പറയുന്നു. ഫൈസൽ മുസ്ലിയാർ അതേ ഹദീസുകൾ വെച്ചുകൊണ്ട് ഒന്നിൽ കൂടുതൽ ജമാഅത്തുകൾ നടത്താമെന്ന് പറയുന്നു. അപ്പൊ അതിലൊരു ഏകീകരണത്തെ കുറിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. പിന്നെ രണ്ടാമത്തെ വിഷയം, 11 റക്അത്തിൽ മാത്രമാണ് ഫൈസൽ മുസ്ലിയാർ നിൽക്കുന്നത്. എന്നാൽ സിറാജ് ബാലുശ്ശേരി ആകട്ടെ 11നേക്കാൾ എത്രയും വർദ്ധിപ്പിക്കാം എന്നും പറയുന്നു. ഇതിൽ ഫൈസൽ മുസ്ലിയാർക്ക് സിറാജ് ബാലുശ്ശേരി പറഞ്ഞ അഭിപ്രായം സ്വീകരിക്കലാണ് വിസ്തംകാർക്കും കൂടുതൽ ഗുണകരം. കാരണം ഒരു പള്ളിയിൽ തന്നെ പല ഇമാമുമാർ പല ജമാഅത്ത് നടത്തുന്നതിനേക്കാൾ എളുപ്പം യശാ മുതൽ അത്താഴ സമയം വരെ നീട്ടി നമസ്കരിക്കാവുന്ന ഒരു ശക്തിയുള്ള ഒരു ഇമാമിനെ കൊണ്ടുവരികയും എന്നിട്ട് തുടർച്ചയായി പുലർച്ചെ വരെ നമസ്കരിക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ഇപ്പൊ ജാമ്യത്തിലെ പള്ളിയിലും അതുപോലെ തന്നെ ഗ്രീൻ വാലിയിലെ പള്ളിയിലൊക്കെ ഈ നമസ്കാരം നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഒരു ഇമാമിന് വെക്കുക, അങ്ങനെ നീട്ടി നമസ്കരിക്കുക, എന്നിട്ട് സിറാജ് പറഞ്ഞതുപോലെ എണ്ണമറ്റ നമസ്കാരം നടത്തുക, അവസാനം ഒറ്റയാക്കിയാൽ മതി. അങ്ങനെ നീട്ടി നമസ്കാരം നിർവഹിച്ചാൽ ഈ ആളുകൾക്ക് വേറെ വേറെ ജമാഅത്ത് കുറെ ഇമാമിനെ തെരഞ്ഞു പോണ്ട, ആൾ
ആളുകൾക്ക് സൗകര്യം പോലെ ഇഷ്ടമുള്ള സമയത്ത് വന്ന് ചേർന്ന് അവസാനം ഒറ്റയാകുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ കാര്യങ്ങൾ വളരെ എളുപ്പമാകും. അതുകൊണ്ട് ഫൈസൽ മുസ്ലിയാരുടെ അഭിപ്രായത്തെക്കാൾ ഈ സിറാജ് പറഞ്ഞ ആശയത്തിലേക്ക് പോകലാണ്. അത് നിങ്ങൾ കൂടിയാലോചിച്ച് തീരുമാനിച്ചോളൂ. അപ്പൊ ഒരു എന്തുണ്ടാവും, പള്ളിക്കാർക്കും പള്ളി കമ്മിറ്റിക്കാർക്കും പല ഇമാമിനെ തിരയുന്ന ഏർപ്പാട് അല്ലെങ്കിൽ അതുകൊണ്ടുള്ള പ്രയാസം നീങ്ങും. ആളുകൾക്കും സൗകര്യമാവും, ഏത് സമയത്തും പോകാം. ഇന്ന സമയം എന്ന് കണക്കാക്കണ്ട, ഓരോരുത്തർക്ക് സൗകര്യം പോലെ ഉറങ്ങി എഴുന്നേറ്റ് ചെന്നാൽ എപ്പോ പോയാലും ഒരു 11 റക്അത്തെങ്കിലും നിസ്കരിക്കാം. അല്ലെങ്കിൽ കുറച്ചായ കുറച്ച്, അതിൽ കുറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പൊ അതായിരിക്കും ഒരു എളുപ്പമുള്ള രീതി. അപ്പൊ